ഇറ്റ്സ് മീ നീതീസ് വ്ലോഗിൻ്റെ പുതിയൊരു റെസിപ്പിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് 5 മിനിറ്റിൽ ഒരു പാത്രം നിറച്ച് നമുക്ക് പലഹാരം തയ്യാറാക്കിയെടുക്കാൻ പറ്റും. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കാണ് കേട്ടോ. വെറും 5 മിനിറ്റിൽ മതി. നമുക്ക് ചായ തിളയ്ക്കുന്ന സമയം കൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ തയ്യാറാക്കിയെടുക്കാൻ പറ്റുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ്. ഒരുപാട് ഇൻഗ്രീഡിയൻസിൻ്റെ ഒന്നും ആവശ്യമില്ല. നമ്മുടെ വീട്ടിൽ തന്നെ എപ്പോഴും ഉള്ള ഇൻഗ്രീഡിയൻസ് മാത്രം മതി. അപ്പോൾ എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് കാണണ്ടേ. അപ്പോൾ നമുക്ക് റെസിപ്പിയിലേക്ക് പോകാം. അപ്പോൾ നമ്മൾ ഇന്നൊരു ഈവനിങ് സ്നാക്ക് തയ്യാറാക്കാനായിട്ട് പോവുകയാണ്. ഉണ്ടംപൊരി ആണോ എന്ന് ചോദിച്ചാൽ ഉണ്ടംപൊരിയിലെ ചെറിയൊരു മോഡിഫൈഡ് വേർഷനാണ് നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടിയിട്ട് ഞാനൊരു 2 കപ്പ് മൈദയാണ് എടുക്കുന്നത്. അപ്പോൾ 1 കപ്പ് ആണ് 250 ml ഒരു കപ്പാണ് ഇപ്പോൾ എടുത്തിട്ടുള്ളത്. അപ്പോൾ നമുക്കിനി 1 കപ്പ് മൈദയും കൂടെ വേണം. 1 കപ്പ് മൈദയും കൂടെ നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനിയിപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഒരു 1/2 കപ്പ് അളവിൽ നമുക്ക് തേങ്ങ വേണം. അത് നമുക്ക് ഇതുപോലൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പം ഡെസിക്കേറ്റഡ് കോക്കനട്ട് ആണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് സാധാരണ കോക്കനട്ടും എടുക്കാം. എന്നിട്ട് നമുക്ക് ഇതിലേക്ക് ലേശം അളവിൽ കുറച്ച് വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. വളരെ കുറച്ച് അളവിൽ മാത്രം വെള്ളം മതി, വളരെ കുറച്ച്. അപ്പം നമുക്കിനി അതൊന്ന് നന്നായിട്ട് ഈ മിക്സിയുടെ ജാറിലിട്ടിട്ട് നമുക്കിതൊന്ന് ചതച്ചെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മൾ തേങ്ങ ചതച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം. തേങ്ങ ചതഞ്ഞൊന്ന് തേങ്ങാപ്പാല് വരേണ്ട ആവശ്യമൊന്നുമില്ല. ചെറിയ രീതിയിലൊന്ന് ചതഞ്ഞ് കിട്ടിയാൽ മതി കേട്ടോ. ഇനിയിപ്പോൾ ഞാൻ മിക്സിയുടെ ജാറിൽ 1 സ്പൂൺ പഞ്ചസാരയും ഒരു 3-4 ഏലക്കയും കൂടെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് മിക്സിയുടെ ജാറിനകത്ത് നന്നായിട്ട് ഒന്ന് ഫൈൻ പേസ്റ്റ് പൊടിയായിട്ട് നമുക്ക് അടിച്ചെടുത്തിട്ട് വരാം. നമ്മളിതേ നന്നായിട്ട് പൊടിച്ചെടുത്തിട്ടുണ്ട്. അത് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമ്മൾ മാവ് എടുത്തിട്ടുള്ള അതേ കപ്പിൽ തന്നെ ഞാൻ ശർക്കര പൊടിച്ച നമുക്ക് പൗഡർ ശർക്കര കിട്ടുമല്ലോ, ആ ഒരു ശർക്കര ഞാൻ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുവാണ്. നിങ്ങൾക്ക് ശർക്കരയ്ക്ക് പകരം പഞ്ചസാര വേണമെന്നുണ്ടെങ്കിലും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. പിന്നെ അതുപോലെ നിങ്ങളുടെ കയ്യിൽ എള്ളുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എള്ളും ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പം നമുക്ക് ആദ്യം ഇത് നന്നായിട്ട് ശർക്കരയും ഈ തേങ്ങയും എല്ലാം കൂടെ ഒന്ന് നമുക്ക് മാവുമായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വളരെ നന്നായിട്ട് തന്നെ നമുക്ക് മിക്സ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് നമുക്കിതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചിട്ട് നമുക്ക് ഇതൊന്ന് ഡൈലൂട്ട് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു മാവിൻ്റെ കൺസിസ്റ്റൻസിയിൽ നമുക്ക് വെള്ളം ഒഴിച്ച് ചെയ്തെടുക്കേണ്ടതുണ്ട്. അപ്പം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാം. അപ്പം ലേശം ലൂസായിരിക്കണം കേട്ടോ മാവ്. അപ്പം നമുക്കതിനനുസരിച്ച് കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് മാവൊന്ന് ലൂസാക്കി എടുക്കണം. ഇപ്പം ഞാൻ ആ ഒരു കപ്പ് വെള്ളമാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. നമുക്ക് എത്രമാത്രം വെള്ളം വേണമെന്നുള്ളത് ഞാൻ മിക്സ് ചെയ്യുന്നതിനനുസരിച്ച് നിങ്ങളോട് പറയാം. നമുക്ക് ലേശം അളവിൽ കുറച്ച് വെള്ളവും കൂടെ വേണം. പിന്നെ മോഡിഫൈഡ് എന്ന് പറഞ്ഞാൽ ഞാൻ ഉദ്ദേശിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സാധാരണ ഉണ്ടംപൊരിയൊക്കെ ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പഴമാണല്ലോ സാധാരണ ചേർക്കാറുള്ളത്. അപ്പം എൻ്റെ കയ്യിൽ പഴമില്ലാത്തതുകൊണ്ട് തന്നെ എനിക്കിന്നാണെങ്കിൽ ഉണ്ടംപൊരി കഴിക്കാനായിട്ട് ഒത്തിരി ആഗ്രഹം തോന്നി. അപ്പം ഞാൻ വിചാരിച്ചു എന്നാൽ പഴത്തിന് പകരം കുറച്ച് തേങ്ങ ഇതുപോലെ ചെയ്തെടുക്കുവാണെങ്കിൽ വളരെ നല്ല ടേസ്റ്റാണ്. അങ്ങനെ ഒരു ദിവസം തോന്നിയ ഒരു ചിന്തയിൽ ഞാൻ ചെയ്തെടുത്തൊരു സ്നാക്കാണ് കേട്ടോ. പെട്ടെന്ന് തന്നെ നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. തേങ്ങ ആഡ് ചെയ്തുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റായിട്ട് തന്നെ നമുക്ക് ഈ ഒരു പലഹാരം നമുക്ക് തയ്യാറാക്കിയെടുക്കാൻ പറ്റും. സാധാരണ പഴമാണ്, പഴത്തിന് പകരം നമ്മൾ തേങ്ങ ഇതിന് പകരം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്കിത് പെട്ടെന്ന് തന്നെ ഒരു 5 മിനിറ്റിൽ തന്നെ നമുക്കിത് തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒരു ഉണ്ടംപൊരി തന്നെയാണ് കേട്ടോ. ഇത് ഉണ്ടംപൊരി എന്ന് ഇതിന് പറയാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല. പക്ഷെ ഞാനെന്തായാലും പഴത്തിന് പകരം തേങ്ങയാണ് ആഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഞാനിതിന് ഉണ്ടംപൊരി എന്ന് തന്നെ പറയുകയാണ് കേട്ടോ. അപ്പം നമ്മുടെ ശർക്കരയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ മധുരവും കാര്യങ്ങളും ഒക്കെ നമ്മൾ ഇട്ടിട്ടുള്ളത് കൊണ്ട് തന്നെ ഉണ്ട്. അപ്പോൾ ശർക്കര താല്പര്യം ഇല്ലാത്തവർക്ക് പഞ്ചസാരയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു പഞ്ചസാര ചേർത്ത് കൊടുത്താലും മതി. അപ്പം നമ്മുടെ മാവ് ആയിട്ടുണ്ട്. അപ്പം ഞാൻ 1 കപ്പ് വെള്ളമാണ് ഇതിനകത്ത് എടുത്തിട്ടുള്ളത്. പക്ഷേ 1 കപ്പിൻ്റെ ആവശ്യം വന്നിട്ടില്ല. അതാണ്ട് ഒരു 1/4 കപ്പോളം നമുക്ക് വെള്ളം ഇതിലേക്ക് അധികം വന്നിട്ടുണ്ട് കേട്ടോ. അപ്പം അത് നമുക്ക് മാറ്റി വെക്കാം. അപ്പം ഞാൻ പറഞ്ഞില്ല, ഇത് നമുക്കൊരു 5 മിനിറ്റിൽ തന്നെ തയ്യാറാക്കി എടുക്കാൻ പറ്റുന്നതാണ്. അപ്പം നമുക്ക് ഇനിയിപ്പോൾ ഇതിനകത്ത് മാവ് കുറച്ചും കൂടെ ഒന്ന് സോഫ്റ്റായി കിട്ടുന്നതിന് വേണ്ടിയിട്ട് നമുക്കിതിലേക്ക് ലേശം സോഡാപ്പൊടി നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. അതേ ബേക്കിംഗ് സോഡയാണ് കേട്ടോ.
അപ്പോൾ ഇത് നമ്മൾ ഇത്രയും അളവിൽ മാത്രമാണ് കേട്ടോ സോഡാപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നമുക്ക് സോഡാപ്പൊടി ആഡ് ചെയ്യാം. അപ്പം നമുക്കിത് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്ക് പെട്ടെന്ന് തന്നെ ചെയ്ത് എടുക്കാം കേട്ടോ. അതിന് നമുക്ക് എണ്ണയൊന്ന് ചൂടായി വരേണ്ട ആ ഒരു താമസം മാത്രമേ ഉള്ളൂ. അപ്പോൾ എണ്ണ നന്നായിട്ടൊന്ന് തിളച്ച് കിട്ടണം. നമുക്ക് എണ്ണ ചൂടായിട്ടുണ്ടോ എന്ന് നോക്കാം. അപ്പോൾ എണ്ണ ചൂടായിട്ടുണ്ട്. അപ്പം നമുക്ക് ആദ്യത്തെ ഒരു സ്പൂൺ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നിങ്ങൾക്ക് കൈകൊണ്ട് കോരിയിടാനാണ് താല്പര്യമെങ്കിൽ കൈകൊണ്ട് കോരിയിട്ടാൽ മതി കേട്ടോ. എനിക്ക് കയ്യിലാക്കാൻ വയ്യാഞ്ഞിട്ടാണ് ഞാൻ കേട്ടോ. സ്പൂണിലാകുമ്പോൾ കുറച്ചും കൂടെ നീറ്റായിട്ട് കിട്ടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ. അപ്പം ഞാനിപ്പം 2 എണ്ണമാണ് ഇപ്പം ഒരു സമയം ഇട്ട് കൊടുത്തിട്ടുള്ളത്. നമ്മുടെ പാത്രത്തിൻ്റെ സ്പേസിനനുസരിച്ച് നമുക്ക് 2 or 3 ഒക്കെ ആയിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം. നമ്മുടെ ഒരു സൈഡ് നമുക്ക് മുരിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം കേട്ടോ. അപ്പോൾ ചെറുതായിട്ടിപ്പം എടുക്കുന്ന സമയത്ത് നമുക്ക് നോക്കുമ്പോൾ അറിയാം അത് പാത്രത്തിൽ തന്നെ ഒട്ടിയിരിക്കുകയാണ്. അപ്പോൾ കുറച്ചും കൂടെ ആവാനുണ്ട്. എന്നിട്ട് നമുക്ക് തിരിച്ചിടാം. അപ്പം നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പം ആ ഒരു സൈഡ് ഒട്ടുന്നില്ല കേട്ടോ, ചെറിയൊരു ഇതുണ്ട്. നമ്മളത് തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അടുത്തതും കൂടെ നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം. ഞാനൊരു മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ആക്കിയിട്ടുള്ളത്. ഞാൻ ആദ്യം ഇച്ചിരി ഹൈ ഫ്ലെയിമിലായിരുന്നു ഇട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് ചെറുതായിട്ടൊന്ന് മുരിഞ്ഞിട്ടുണ്ട് ഇവിടെ. അപ്പം നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമുക്കിവിടെ ആദ്യത്തെ 2 എണ്ണം ആയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അടുത്ത അത്രയും മുരിച്ചെടുക്കണ്ട, കാരണം ആദ്യത്തെ ഇത്തിരി ഒരു തീ കൂടി പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ബാക്കിയും കൂടെ കോരി ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ ഞാൻ ബാക്കിയും കൂടെ ചുട്ടെടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ നമ്മൾ രണ്ടാമത് എടുത്താണ് കേട്ടോ. അപ്പോൾ നമ്മളത് ഈ ഒരു പരുവത്തിൽ വേണം കേട്ടോ നമ്മുടെ ഉണ്ടംപൊരി കോരി കൊടുക്കാനായിട്ട്. അപ്പോൾ ആദ്യം കാണുമ്പോൾ നമുക്കറിയാം കുറച്ച് മൂത്ത് പോയിട്ടുണ്ട്. അപ്പം നമുക്കിനി അത്രയും മൂത്ത് എടുക്കണ്ട. അപ്പോൾ ബാക്കി കൂടെ കോരി എടുത്തിട്ട് ചുട്ടെടുത്തിട്ട് വരാം. അപ്പോൾ നമ്മുടെ ഈവനിങ് സ്നാക്കൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഈവനിങ് സ്നാക്കാണ് കേട്ടോ. അത് നിങ്ങൾക്ക് കാണുമ്പോൾ നല്ല പഞ്ഞി പോലത്തെ ഈവനിങ് സ്നാക്കാണ്. അത് നമ്മൾ സോഡാപ്പൊടിയൊക്കെ ചേർത്തത് കൊണ്ടാണ് കേട്ടോ അങ്ങനെ നമുക്ക് കിട്ടിയിട്ടുള്ളത്. നല്ല സോഫ്റ്റ് ആയിട്ടുള്ളതാണ്. അപ്പോൾ എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന നല്ലൊരു ഈവനിങ് സ്നാക്കിൻ്റെ റെസിപ്പിയാണ് ഇത് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ ഒരുപാട് നല്ല നല്ല റെസിപ്പീസ് നമ്മുടെ ചാനലിൽ ചെയ്തിട്ടുണ്ട്. കാണാത്തവരൊക്കെ ഒന്ന് കയറി കണ്ടു നോക്കുക. അപ്പോൾ ഇനി നല്ല നല്ല റെസിപ്പിയായിട്ട് വരുന്നവരെ എല്ലാവരും സുഖമായിട്ടിരിക്കുക, സന്തോഷമായിട്ടിരിക്കുക. പുതിയൊരു റെസിപ്പിയായിട്ട് കാണുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.